കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. ഇന്ന് എവിടെയും പോകാനില്ലാതെ സമാധാനത്തില് വീട്ടിലിരിക്കുന്ന ഒരു ദിവസമാണ്. ഇന്നൊരു വീക്ക് ഓഫ് ഡേ കൂടിയാണ്. സാധാരണ ഇങ്ങനെ വീക്ക് ഓഫ് ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടാവും പുറത്തേക്ക് പോകാനുള്ള. പക്ഷെ ഇന്ന് എന്തായാലും വീട്ടിൽ തന്നെ സമാധാനമായിട്ട് ഇരിക്കാന്ന് വിചാരിച്ചു. രാവിലെ എഴുന്നേറ്റ് ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി വിരിച്ചിട്ടു. പിന്നെ ഹാളിൽ വന്നിട്ട് കുറച്ചു നേരം വെള്ളം കുടിച്ചിട്ട് അങ്ങനെ ഇരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് ബനാന ഇല്ലെന്ന് മനസ്സിലായത്. അപ്പൊ ഞാൻ നേരെ ഗ്രോസറിയിൽ വിളിച്ചിട്ട് ബനാന ഓർഡർ ചെയ്തു. ഇനി എന്തായാലും അത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്നെടുത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും പെട്ടെന്ന് അവർ സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത് കുറച്ചധികം ടൈം എടുക്കുന്നതാണ്. ഇനി എന്തായാലും നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കുന്നു ഞാൻ കുറെ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പാൻ കേക്ക് ഉണ്ടാക്കാനായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അത് വെച്ചിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതും ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നതും. പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ആ പാൻ കേക്ക് വേണ്ട, ഇനി എന്തെങ്കിലും സ്മൂത്തി ബൗളിൽ ഒതുക്കാന്ന് വിചാരിച്ചു. കാരണം പാൻ കേക്ക് ചുട്ടെടുക്കാനുള്ള ക്ഷമ തൽക്കാലം എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മിൽക്കൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനകത്തേക്ക് സ്ട്രോബെറി, ഓട്സ്, പിന്നെ ഒരു ബനാന, പിന്നെ കുറച്ച് ആമണ്ടും, പിന്നെ ഞാൻ ഗ്രീക്ക് യോഗട്ടും കൂടെ ആഡ് ചെയ്ത് അതിനൊരു സ്മൂത്തിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇതായിരുന്നു ഫൈനലി ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അതിലേക്ക് പിന്നെ കുറച്ച് സ്ട്രോബെറി, പംകിൻ സീഡ്, ബ്ലൂബെറി ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മൂവിയൊക്കെ വെച്ചിരുന്ന് അങ്ങനെ ഇരുന്ന് കഴിച്ചു.